إن الله لا يغفر أن يشرك به ويغفر ما دون ذلك لمن يشاء ومن يشرك بالله فقد افترى إثما عظيما തീർച്ചയായും അല്ലാഹു ലാ യഗ്ഫിറു പൊരുത്തപ്പെടുന്നതല്ല അയ്യുശ്റക ബിഹി അവനോട് പങ്കു ചേർക്കപ്പെടുന്നതിനെ പൊരുത്തപ്പെടുന്നതല്ല വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ഇതല്ലാത്ത പാപങ്ങൾ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ആരെങ്കിലും പടച്ചവനോട് പങ്കു ചേർത്താൽ ഫഖദ് ഇഫ്തറാ ഇസ്മൻ അളീമാ അവൻ മഹാപാപമാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഗുരുതരമായി ചില പാപങ്ങൾ ഉണർത്തുകയും ശേഷം ജീവനം നന്നാക്കാൻ ഉപദേശിക്കുകയും ചെയ്തു കഴിഞ്ഞ് അത്യധികം ഗുരുതരമായ ഒരു പാപത്തിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അതാണ് പടച്ചവനോട് പങ്കു ചേർക്കുക എന്ന പാപം, ശിർക്ക്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ പാപങ്ങളെ വളരെയധികം സൂക്ഷിക്കണം. പാപങ്ങൾ അധികരിച്ച് വൻപാപങ്ങളിലേക്കും അവസാനം അതീവ ഗുരുതരമായ ബഹുദൈവാരാധനയിലേക്കും എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത്തരം അവസ്ഥകൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മത്തെ നിസ്സാരവൽക്കരിക്കും, അവസാനം അധർമ്മത്തെ വ്യാഖ്യാനിക്കാനും അതിനെ മഹത്വവൽക്കരിക്കാനും ശ്രമിച്ച് ബഹുദൈവാരാധനയിൽ എത്തിച്ചേരുന്നൊരു സാഹചര്യം സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അല്ലാഹു തആല ഈ ആയത്തിലൂടെ ഉണർത്തുകയാണ്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി അല്ലാഹു അവനോട് പങ്കു ചേർക്കുന്ന കാര്യത്തെ ഒരിക്കലും തൃപ്തിപ്പെടുന്നതല്ല. ആരെങ്കിലും പടച്ചവനെ കണ്ടുമുട്ടിയത് പടച്ചവനോട് പങ്കു ചേർക്കുന്ന നിലയിലാണെങ്കിൽ പടച്ചവൻ ആ പാപം ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ ഇതല്ലാത്ത പാപങ്ങൾ പടച്ചവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട്. ഇതിന്റെ അർത്ഥം മറ്റ് പാപങ്ങളെ നിസ്സാരവൽക്കരിക്കലല്ല, മറിച്ച് ബഹുദൈവാരാധനയുടെ ഗൗരവം അറിയിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി ആകയാൽ ബഹുദൈവാരാധന, പടച്ചവനോട് പങ്കു ചേർക്കൽ വളരെ കഠിനമായ കുറ്റമാണ്, മാപ്പില്ലാത്ത പാപമാണ്. ബഹുദൈവാരാധന അടിസ്ഥാനപരമായ രണ്ട് വിഭാഗമുണ്ട്. ഒന്ന് ശിർക്കുൻ ഫിൽ ഉലൂഹിയ്യ, ദൈവികതയിൽ പടച്ചവനോട് ആരെയെങ്കിലും പങ്കു ചേർക്കൽ. പടച്ചവനും ദൈവമാണ്, അല്ലാത്ത ചില ആളുകളും ദൈവമാണ്. മരണപ്പെട്ടവരോ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരോ ആയ ആളുകളും ദൈവമാണ്.
പ്രത്യേകിച്ചും അവതാരവാദം ഇതിൽപ്പെട്ടതാണ്. പടച്ചവന് അധികാരമുള്ളതുപോലെ, നിയന്ത്രണമുള്ളതുപോലെ അവർക്ക് നിയന്ത്രണമുണ്ട്. ഇതിന് ദൈവികതയിലുള്ള പങ്കുചേർക്കൽ എന്ന് പറയുന്നു. രണ്ടാമത്തെ പങ്കുചേർക്കൽ ഷിർക്കുൻ ഫിർ റുബൂബിയ്യ, പരിപാലനത്തിൽ പങ്കുചേർക്കൽ. പടച്ചവൻ ഏകനാണ്, പക്ഷേ പടച്ചവൻ പല കാര്യങ്ങളും മറ്റുള്ളവരെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ പടച്ചവനോട് നേരിട്ട് ബന്ധപ്പെടുന്നതിന് പകരം ആ ഏൽപ്പിക്കപ്പെട്ടവരുമായിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അതുപോലെ പടച്ചവൻ ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ നിഷിദ്ധമാക്കാനും ചില കാര്യങ്ങൾ അനുവദനീയമാക്കാനും അനുവാദവും അവകാശവും കൊടുത്തിരിക്കുന്നു. പ്രത്യേകിച്ചും പൗരോഹിത്യത്തിൽ ഈ കുഴപ്പമാണ് അടങ്ങിയിരിക്കുന്നത്. ഇതും കഠിന കുറ്റമാണ്. ഇത്തഖദൂ അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്ന മറിയം. വേദക്കാരായ ചില ആളുകൾ അവരുടെ പുരോഹിതന്മാരെയും അവരുടെ പണ്ഡിതന്മാരെയും പടച്ചവനല്ലാത്ത ദൈവങ്ങളായി കണ്ടു. ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിനെയും ദൈവമായി കണ്ടു. അതായത് ഈ പുരോഹിതന്മാർക്ക് കാര്യങ്ങൾ അനുവദിക്കാനും നിഷിദ്ധമാക്കാനും അനുവാദമുണ്ട് എന്നവർ വിശ്വസിച്ചു. ومن يشرك بالله فقد افترى إثما عظيما. ആരെങ്കിലും പടച്ചവനോട് വല്ലതിനെയും പങ്കുചേർത്താൽ, വല്ല വസ്തുക്കളെയും വല്ല വ്യക്തികളെയും വല്ല ശക്തികളെയും പങ്കുചേർത്താൽ അവൻ മഹാപാപമാണ് ചെയ്തിരിക്കുന്നത്. വലിയ ഗുരുതരമായ തെറ്റാണ് പടച്ചുണ്ടാക്കിയിരിക്കുന്നത്. അത് ബഹുദൈവാരാധന, പടച്ചവനോട് മറ്റുള്ളവരെ പങ്കുചേർക്കൽ വെറും കെട്ടിച്ചമച്ച കളവും നുണയും മാത്രമാണ്. മാനവ ജീവിതത്തെ ചിതറിച്ച് മനുഷ്യനെ അസത്യത്തിലേക്ക് കൊണ്ടുപോയി അന്തം വിട്ട് അന്താളിപ്പിച്ച് വട്ടം കറക്കുന്ന വെറും കൃത്രിമമായ പാപമാണ് ബഹുദൈവാരാധന, അല്ലെങ്കിൽ പടച്ചവനോട് പങ്കുചേർക്കൽ. ആകയാൽ വളരെ സൂക്ഷ്മത വേണം. തീർച്ചയായും നമ്മൾ അമുസ്ലിം സഹോദരങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കണം, അവരുമായി സൗഹാർദ്ദത്തിൽ കഴിയണം. വിവിധ ആയത്തുകളുടെ വിവരണത്തിന്റെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനിയും അത് പറയും. ഖുർആൻ കൂടെ കൂടെ പറയുന്നുണ്ട്, ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരോടും നല്ല നിലയിൽ വർത്തിക്കണം. പക്ഷേ സ്വന്തം സത്യവിശ്വാസത്തെയും സൽക്കർമ്മങ്ങളെയും സൽസ്വഭാവങ്ങളെയും സംരക്ഷിക്കുകയും വേണം. പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ ജാഗ്രത പുലർത്തേണ്ട, ഷിർക്കിലേക്ക് കൊണ്ടെത്തിക്കുന്ന ചില കാര്യങ്ങൾ ഹക്കീമുൽ ഉമ്മത്ത് മൗലാന അഷ്റഫ് അലി താനവി റഹ്മത്തുള്ളാഹി അലൈഹി ദീനി പാഠങ്ങൾ തഅലീമുദ്ദീൻ എന്ന ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായും ശക്തമായും വിവരിക്കുന്നുണ്ട്. സത്യനിഷേധത്തെ ഇഷ്ടപ്പെടുക, ബഹുദൈവാരാധനയുമായി ബന്ധപ്പെട്ട അഭ്യാസങ്ങളെയും ആഭാസങ്ങളെയും ഇഷ്ടപ്പെടുക, അതുപോലെ സ്വന്തം തെറ്റായ വാക്കുകൾ പറയുകയും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്യുക. നമ്മളുടെ എല്ലാ കാര്യങ്ങളും സർവദാ അറിയുക തന്നെ ചെയ്യുമെന്ന് ഏതെങ്കിലും മഹാനെക്കുറിച്ച് വിശ്വസിക്കുക. മുസ്ലിമാകട്ടെ അമുസ്ലിമാകട്ടെ, ഏതെങ്കിലും മഹാത്മാക്കൾ അവർ എല്ലാ സമയത്തും നമ്മളുടെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന് വിശ്വസിക്കുക.
നക്ഷത്ര ഫലക്കാരോടും ജ്യോത്സ്യന്മാരോടും അദൃശ്യ കാര്യങ്ങളും ശകുനങ്ങളും ചോദിക്കുക. അവർ പറയുന്നതിനെ സത്യമായി കരുതുക. ശുഭകരമായി കേട്ട കാര്യം ഉറപ്പായ കാര്യമെന്ന് ധരിക്കുക. എന്തെങ്കിലും ശുഭകരമായിട്ട് കാര്യം കേട്ടു, അത് തീർത്തും ഉറപ്പാണ്, സത്യമാണെന്ന് മനസ്സിൽ ധരിക്കുക. ആരെയെങ്കിലും അദൃശ്യത്തിൽ നിന്നും ഉറക്കെ വിളിച്ച് അവരാ വിളി കേൾക്കുമെന്ന് വിശ്വസിക്കുക. ഒരു മഹാപുരുഷൻ അദ്ദേഹത്തിന് മുമ്പിലല്ലാതെ വേറെ എവിടെ നിന്ന് അദ്ദേഹത്തിന് വിളിച്ച് അദ്ദേഹം ആ വിളി കേൾക്കുന്നുണ്ട്, ആ വിളിക്ക് ഉത്തരം നൽകുമെന്ന് വിശ്വസിക്കുക. അല്ലാഹുവല്ലാത്ത ആരെയെങ്കിലും ഉപകാര ഉപദ്രവങ്ങളുടെ ഉടമയായി കാണുക. അല്ലാഹുവല്ലാത്ത ആരെയെങ്കിലും ഉപകാരങ്ങൾ ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഉപദ്രവങ്ങൾ ചെയ്യുന്നവരോ ആയി കാണുക. ആവശ്യ നിർവഹണത്തിനും ആഹാര സന്താനങ്ങൾക്കും വേണ്ടി ആരോടെങ്കിലും പ്രാർത്ഥിക്കുക. ആരുടെയെങ്കിലും പേരിൽ നോമ്പ് പിടിക്കുക. ആർക്കെങ്കിലും സുജൂദ് ചെയ്യുക. ഇത് വ്യക്തിയാകട്ടെ, ഖബറുകളാകട്ടെ, മഹാന്മാരുടെ മക്ബറകളാകട്ടെ, നേർച്ചകളാകട്ടെ, ഉറൂസുകളാകട്ടെ, ഉത്സവങ്ങളാകട്ടെ, ആവശ്യ നിർവഹണത്തിനും ആഹാര സന്താനങ്ങൾക്കും വേണ്ടി ആരോടെങ്കിലും പ്രാർത്ഥിക്കുക. ആരുടെയെങ്കിലും പേരിൽ നോമ്പ് പിടിക്കുക. ആർക്കെങ്കിലും സുജൂദ് ചെയ്യുക. ആരുടെയെങ്കിലും പേരിൽ മൃഗത്തെ അഴിച്ചുവിടുക. അല്ലാഹുവിന്റെ പേരിൽ നേർച്ച നേരിൻ. എന്നിട്ട് അതുപോലെ മൃഗങ്ങളെ പടച്ചവന്റെ നാമത്തിൽ അറുക്കിൻ. അതിന്റെ പ്രതിഫലം മഹാത്മാക്കൾക്ക് എത്തിച്ചു കൊടുക്കിൻ. അതിന് മുമ്പിൽ വെച്ചുകൊണ്ട് പടച്ചവനോട് പ്രാർത്ഥിക്കും. ആർക്കും തർക്കമില്ലാത്ത വിഷയം. പക്ഷെ തർക്കമില്ലാത്ത വിഷയങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പലർക്കും ഇവിടെ മനസ്സ് സമാധാനം വരികയില്ല. എന്തെങ്കിലും ഒരു കുഴപ്പം കാണിക്കണം. ആരുടെയെങ്കിലും പേരിൽ, അല്ലാഹുവല്ലാത്ത ആരുടെയെങ്കിലും പേരിൽ നേർച്ച നേരുക. ആരുടെയെങ്കിലും വീടിനെയോ ഖബറിനെയോ പ്രദക്ഷിണം ചെയ്യുക, തവാഫ് ചെയ്യുക. ആരുടെയെങ്കിലും വീടിനെയോ ഖബറിനെയോ ആരുടെയെങ്കിലും മുന്നിൽ നമിക്കുകയോ വടി പോലെ നിൽക്കുകയോ ചെയ്യുക. കുനിഞ്ഞ് സംസാരം, വളരെ ഭക്തിയാദരവ്, കുനിയുന്നത് പടച്ചവന്റെ മുന്നിലായിരിക്കണം. അതുപോലെ വടി പോലെ നിൽക്കുക, അതുമില്ല. ആരുടെയെങ്കിലും പേരിൽ മൃഗത്തെ അറുക്കുക. പ്രേതഭൂതങ്ങൾ ഒഴിഞ്ഞു പോകാൻ അനാചാരങ്ങളും ബഹുദൈവാരാധനകളും നിർവഹിക്കുക. ഏതെങ്കിലും സ്ഥലത്തെ കഅബയ്ക്ക് തുല്യമായി ആദരിക്കുക. കുട്ടിയുടെ ദീർഘായുസ്സിനെ പൊക്കളിനെ പൂജിക്കുക. ആരുടെയെങ്കിലും പേരിൽ കുഞ്ഞിന്റെ കാതും മൂക്കും തുളയ്ക്കുക. തസവൂഫിന്റെ പേര് പറഞ്ഞ് വികൃതമായ വസ്ത്രങ്ങളും മറ്റും ധരിക്കുക. ഒരു ജന്തുവിന് ഏതെങ്കിലും മഹാന്റെ പേര് വെച്ച് ആ മഹാനോടുള്ള ആദരവുകൾ ആ ജന്തുവിനോട് കാട്ടുക. ലോകകാര്യങ്ങൾ നടക്കുന്നത് നക്ഷത്രങ്ങളുടെ കഴിവിലാണെന്ന് കരുതുക. നല്ലതും ദുഷിച്ചതുമായ ദിവസങ്ങൾ അന്വേഷിക്കുക. അനിസ്ലാമികമായ നിലയെ ശകലം നോക്കുക. ഏതെങ്കിലും മഹാന്റെ പേര് ദിക്ർ എന്നോണം പതിവായി ചെല്ലുക. ഏതെങ്കിലും മാസത്തെയോ ദിവസത്തെയോ ശകുനമായി കാണുക. ആരുടെയെങ്കിലും പേര് പറഞ്ഞ് സത്യം ചെയ്യുക. ജീവികളുടെ ചിത്രം വെക്കുക. വിശിഷ്യ ഏതെങ്കിലും മഹാന്റെ ചിത്രം ഐശ്വര്യത്തിനായി ആദരപൂർവ്വം വെക്കുക. വീടുകളിൽ അല്ലെങ്കിൽ പേഴ്സിനുള്ളിൽ ഐശ്വര്യത്തിന് വേണ്ടി മഹാന്മാരുടെ ചിത്രങ്ങൾ ആദരപൂർവ്വം വെക്കുക. ഇതെല്ലാം അപകടകരമായ കാര്യമാണ്. നമ്മൾ ആരെയും കാഫിറും മുശ്രിക്കുമാക്കുന്നില്ല. പക്ഷേ സഹോദരങ്ങളെ, സൂക്ഷ്മത വേണം, പേടി വേണം, ജാഗ്രത വേണം. وَمَن يُشْرِكْ بِاللَّهِ فَقَدِ افْتَرَى إِثْمًا عَظِيمًا اللهم إني أعوذ بك من أن أشرك بك شيئا وأنا أعلم. പടച്ചവനെ, അറിഞ്ഞുകൊണ്ട് ആരെയെങ്കിലും നിന്നോട് പങ്കുചേർക്കുന്നതിനെ തൊട്ടും നിങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ.